ചെറിയനാടിനെ നടുക്കി 5 വീടുകളിൽ കവർച്ചയും മോഷണ ശ്രമവും. ഒടുവിൽ പ്രതി മതിൽ ചാടി രക്ഷപ്പെട്ടത് പൂർണ്ണ നഗ്നനായി. ചെങ്ങന്നൂർ ചെറിയനാട് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തി ചെറിയനാട് 15-ാം വാർഡ് അത്തിമൺചേരി ഭാഗത്ത് ഒരേ രാത്രിയിൽ 5 വീടുകളിൽ മോഷണവും മോഷണ ശ്രമവും നടന്നു. ബുധനാഴ്ച രാത്രി 11:30-നും 12:30-നും മധ്യേ മോഷണ പരമ്പര അരങ്ങേറിയത്. വീടുകളിൽ നിന്ന് 5000 രൂപ, കാൽപ്പവന്റെ സ്വർണ്ണമോതിരം, ബൈക്ക്, കുട, മഴക്കോട്ട് എന്നിവയും മോഷ്ടിക്കപ്പെട്ടു. കണ്ണങ്കാട്ടിൽ ചന്ദ്രൻ, കെട്ടിട നിർമ്മാണ കരാറുകാരൻ തോമസ്, വാടകയ്ക്ക് താമസിക്കുന്ന വീട്, മാമ്പള്ളി തെക്കേതിൽ സോമനാഥക്കുറുപ്പ്, സോമൻപിള്ള, സുമേഷ് എന്നിവരുടെ വീടുകളിലാണ് മോഷ്ടാവെത്തിയത്. ചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ബൈക്കും കുടയും നഷ്ടപ്പെട്ടത്. ചെറിയനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ഒരു നിവാസിയാണ് ഞാൻ. എൻ്റെ വീട്ടിലൊരു വണ്ടി ഇന്നലെ മോഷണം പോയി. മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വണ്ടിയുടെ എല്ലാ പേപ്പറും കാര്യങ്ങളുണ്ട്. 1.5 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. പക്ഷേ റോഡിൽ കൂടെ കൊണ്ടുപോയപ്പോൾ കൃത്യമായിട്ട് അതിന് തെളിവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു CCTV കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. പോലീസ് കൃത്യമായിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ കരാറുകാരനായ തോമസ് തൊഴിലാളികളോടൊപ്പം താമസിക്കുന്ന വാടക വീടിന്റെ ജനാല വഴി വാതിൽ കുറ്റിമാറ്റിയാണ് മോഷ്ടാവ് അകത്തു കടന്നത്. അകത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും കാൽപ്പവന്റെ സ്വർണ്ണമോതിരവുമാണ് ഇവിടെ നിന്നും കവർന്നത്. സുമേഷിന്റെ വീടിന്റെ കാർപോർച്ചിലിരുന്ന മഴക്കോട്ടും മോഷ്ടാവ് അപഹരിച്ചു. മറ്റ് 2 വീടുകളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സോമനാഥക്കുറുപ്പിന്റെയും സോമൻപിള്ളയുടെയും വീടുകളിലെ CCTV ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മുഖം തുണികൊണ്ട് മറച്ച നിലയിലായതിനാൽ ആളെ വ്യക്തമല്ല. അടിവസ്ത്രം മാത്രം ധരിച്ചും നഗ്നനായുമാണ് മോഷ്ടാവ് എത്തിയതെന്ന് ദൃശ്യങ്ങളിൽ കാണാം. മതിൽ ചാടിക്കടന്ന് എത്തുന്നതും കവർച്ചയ്ക്ക് ശേഷം തിരികെ പോകുന്നതുമായ ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. സോമനാഥക്കുറുപ്പിന്റെ വീട്ടിൽ രാത്രി 11:30-യോടെയും സോമൻപിള്ളയുടെ വീട്ടിൽ 12:30-യോടെയുമാണ് പ്രതി എത്തിയത്. ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ പ്രതി കോട്ടയം വഴി കടന്നുപോയതായാണ് പോലീസിന് ലഭിച്ച സൂചന. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താനായി കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ചെങ്ങന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതിന് സമീപ പ്രദേശത്ത് സമാനമായ രീതിയിൽ മോഷണ ശ്രമം നടന്നിരുന്നു. എൻ്റെ പേര് ഉഷ സതീഷ് എന്നാണ്. ഞാൻ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ മെമ്പറാണ്. ഇന്നലെ രാത്രിയോടെ എൻ്റെ വാർഡിലാണ് ഒരു 12:30-ക്ക് ശേഷം ഇതുപോലെ 5 വീടുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അതിൽ ഒരു വീട്ടിലെ ബൈക്ക് മോഷണം പോയിട്ടുണ്ട്. ഒരു വീട്ടിൽ അവിടുത്തെ ജോലിക്കാരുടെ ബാഗിൽ നിന്ന് പണവും ആഭരണവും കവർന്നിട്ടുണ്ട്. ബാക്കി 3 വീടുകളിൽ മോഷണ ശ്രമം നടന്നു. അവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം 2ാമത്തെ പ്രാവശ്യമാണ്. അതായത് ഇതിന് മുന്നും ഇവിടെ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കതക് കുത്തിപ്പൊളിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്നിപ്പം ഞാൻ വാർഡിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്തപ്പം അമ്പലത്തിൻ്റെ ചെറിയനാട് അമ്പലത്തിന് തെക്ക് ഭാഗത്ത് മിനിയാന്ന് വെളുപ്പിനെ 3 മണിക്ക് ഇതുപോലെ മോഷ്ടാക്കൾ പോയതായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടിപ്പം ഈ മഴക്കാലം ആകുമ്പം നമ്മളുടെ സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. SI ഉൾപ്പെടെ എല്ലാവരും വന്നു. എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു. ബൈക്കിൻ്റെ കോട്ടയം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സാർ ഇതുപോലെ ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞത്. കോട്ടയം പാസ് ചെയ്ത് പോയതായിട്ട് അവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.